ഈ പ്രായത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതുവരെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില വ്യക്തികളെ ദൈവം എന്റെ കരങ്ങളിൽ തന്നിരിക്കുക, അത് മറ്റാരുടെ കരത്തിലല്ല, ആ ദൈവം എന്റെ കരത്തിലാണ് തന്നിരിക്കുന്നത്. इस उम्र के बीच में क्या आपको ऐसा कभी ऐसा महसूस हुआ है कि परमेश्वर ने किसी न किसी को मेरे हाथ पे सौंपा गया है, वो किसी और के लिए नहीं, वो मेरे ही हाथ में, मेरे लिए, मेरी जवाबदारी में वो सौंपा गया है। ഇന്നലെ രാത്രിയിൽ നാം ഇത് തന്നെയാണ് കേട്ടത്. യോസഫ് അവസാനം പറയുന്ന സഹോദരങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഇവിടെ വിറ്റ് കളഞ്ഞതിൽ നിങ്ങൾ വിഷമിക്കണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നെ മുന്നമേ അയച്ചിരിക്കുകയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി. സഹോദരങ്ങളുടെ ദുഷ്ടത ചെയ്ത, തനിക്ക് ദ്രോഹം ചെയ്ത സഹോദരങ്ങളെ കുറിച്ച് യോസഫിന്റെ റെസ്പോൺസിബിലിറ്റി, ആത്മഭാരം ഇതാണ്: നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. कल भी हमने वचन इस प्रकार से ही सुना था कि यूसुफ भी अपने भाई से कहता है कि तुम अभी चिंतित या व्याकुल मत हो, क्योंकि यहाँ पर मुझे जो पहले भेजा गया है वो आप लोगों के लिए है, आप मेरे भाई लोगों के लिए ही, आप लोगों के लिए ही परमेश्वर ने मुझे पहले ही यहाँ पर भेजा गया है। तो यहाँ पर यूसुफ भी अपने भाइयों के प्रति जो जिम्मेदारियां है वो यहाँ पर कह रहा है। ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന രണ്ടാം ദിനത്തില് നിങ്ങൾ ചില റെസ്പോൺസിബിലിറ്റികൾ എടുക്കണം. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കേറി എന്ന് പറയാനല്ല, ചില മെസ്സേജുകൾ കേട്ടു എന്ന് പറയാനല്ല, ഒരു ആത്മഭാരം. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനുവേണ്ടി ഇടിവിൽ നിൽക്കാൻ ചിലരെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിങ്ങളാണ് ആ ഇടിവിൽ നിൽക്കേണ്ട വ്യക്തി. आज इस उपवास प्रार्थना के बीच में आपको भी कुछ जवाबदारियों को, जिम्मेदारियों को लेना बहुत जरूरी है। आपके परिवार के लिए, आपके देश के लिए परमेश्वर हमेशा जो है कुछ मध्यस्थी लोगों को ढूंढता रहता है कि कोई न कोई तो इन लोगों के लिए मध्यस्थी करके प्रार्थना करते रहे। आज इस उपवास में मीटिंग के द्वारा आप लोग उस जिम्मेदारी को प्राप्त करें। ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ ബാർ ബാർ എപ്പോഴും നിങ്ങൾക്ക് വേദന തരുന്ന വ്യക്തി ആയിരിക്കാം. എങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ചില കുടുംബ ജീവിതങ്ങളെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്. അവർ പറയും, എനിക്ക് ഇങ്ങനെയുള്ള വ്യക്തി എന്തിനാ കെട്ടിയത്? ഞാൻ അവരുടെ അടുത്ത് പറയാം, ഈ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുവാൻ, ഈ വ്യക്തിയെ നിയന്ത്രിക്കാൻ, ഈ വ്യക്തി അപ്ലിഫ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല എന്ന് വലിയവനായ ദൈവം അറിഞ്ഞത് കൊണ്ടാ നിങ്ങളുടെ കരങ്ങളിൽ തന്നത്. हमें पवित्र आत्मा इस प्रकार से कहना चाहता है कि परमेश्वर ने किसी न किसी को आपके हाथ में दिया है। वहां पर आप पूछते होंगे कि परमेश्वर मुझे इस व्यक्ति को क्यों दिया गया है, ये व्यक्ति मेरे जीवन में क्यों है, लेकिन पवित्र आत्मा कहता है कि आपके द्वारा वो व्यक्ति जो है वो अपलिफ्ट होने पाए, आप उन्हें उठा ले पाए, आप ही उन्हें हैंडल कर सकते हैं, आप ही उन्हें समझा सकते हैं। इसके लिए परमेश्वर ने आपके हाथ में उस व्यक्ति को दिया है। ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. अपनी आंखों നിങ്ങളുടെ को കരങ്ങളിൽ ദൈവം ആരെയൊക്കെയോ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം ഈ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കയറിയതാണ്, പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇതിനകത്തുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന സറൗണ്ടിങ്ങിൽ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരോ, എക്സ് ഓർ വൈ, അതാരോ ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു പക്ഷെ, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മിനിസ്റ്റർ ആകാം, നിങ്ങൾ വർഷിപ്പ് ലീഡർ ആകാം, പക്ഷെ ദൈവം നിങ്ങളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിലേക്ക് മടങ്ങി വരുന്ന രാത്രിയായി തീരട്ടെ. ये जो उपवास प्रार्थना के दिन जो है आपके जीवन में एक वापसी का, एक लौट आने का दिन होने पाए। परमेश्वर ने जिनको आपके हाथों पर सौंपा गया है उनके द्वारा, उनके लिए जो आपके हाथ पे जवाबदारियां हैं, जो जिम्मेदारियां हैं, उसे समझकर, पहचान कर और उस जिम्मेदारी को उठाने वाला दिन हो सके। आइए मिलकर प्रार्थना करने के लिए जा रहे हैं. एक सेकंड समर्पण कर लीजिए. बिना समर्पण में पवित्र आत्मा कुछ भी नहीं करेंगे. अगर बर्तन सही है तो पवित्र आत्मा उसमें कुछ तो कुछ करेंगे. अगर बर्तन सही नहीं है कुछ भी नहीं होंगे. अगर मिट्टी सही है तो आमीन, अगर खेत सही है तो उसके अंदर कुछ तो कुछ बोया जाएंगे. अगर खेत तैयार नहीं है तो यजमान मालिक उसके अंदर कुछ भी नहीं करेंगे. आज रात को हम सबका हृदय को पवित्र आत्मा तैयार करने के लिए, हमारा रेस्पॉन्सिबिलिटी में हम वापस आने के लिए हम मिलकर प्रार्थना करेंगे.